ഓടുന്ന ട്രെയിനിൽ ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക്. കേരളത്തിലെ ട്രെയിനുകളിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ വർക്കലയിൽ നടന്ന ഈ സംഭവങ്ങൾ. അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ റെയിൽവേയിലുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കാണാം. ട്രെയിനുകളിലെ സുരക്ഷയിൽ പ്രധാനം പോലീസ് ഒരുക്കുന്നതാണ്. റെയിൽവേ സ്റ്റേഷനിലെയും ട്രെയിനിലെയും റെയിൽവേ ആസ്തികളുടെയും യാത്രക്കാരുടെയും സുരക്ഷാ ചുമതല റെയിൽവേയുടെ RPF-നാണ്. കേരള പോലീസിന്റെ ഗവൺമെന്റ് റെയിൽവേ പോലീസിനും സുരക്ഷാ ചുമതലയുണ്ട്. ട്രെയിനിൽ ഒരു ക്രിമിനൽ കുറ്റകൃത്യമുണ്ടായാൽ നടപടിയെടുക്കേണ്ടത് റെയിൽവേ പോലീസാണ്. പക്ഷേ RPF-ന്റെയും റെയിൽവേ പോലീസിന്റെയും സാന്നിധ്യം എല്ലാ കോച്ചുകളിലും ഉണ്ടാകാറില്ല. മിക്ക ട്രെയിനുകളിലും മുഴുവൻ സമയവും പോലീസുകാർ ഉണ്ടാകാറുമില്ല. സേനയുടെ കുറവ് വലിയ പ്രശ്നമാണ്. 2024 ഒരു കണക്ക് പ്രകാരം കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേ സോണിൽ 13,977 ഒഴിവുകൾ നികത്താനുണ്ടായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സുരക്ഷാ സേനയുടെ അസാന്നിധ്യത്തിൽ ട്രെയിനിൽ ഒരു ക്രിമിനൽ പ്രവൃത്തി ഉണ്ടായാൽ യാത്രക്കാർ എങ്ങനെ നേരിടണം? ഒരു അക്രമം ഉണ്ടാവുകയോ ഉണ്ടാകാനുള്ള സാധ്യതയോ കണ്ടാൽ ഇരയാകുന്നയാൾക്ക് കോച്ചിനുള്ളിലെ അലാം ചെയിൻ വലിക്കാം. ഗാർഡും TTEയും കോച്ചിലെത്തും. പക്ഷെ ശ്രദ്ധിക്കണം, സ്വരക്ഷയ്ക്കായി പാലത്തിലോ ഒഴിഞ്ഞ സ്ഥലത്തോ ട്രെയിൻ ഉള്ളപ്പോഴാകരുത്. കാരണം കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുങ്ങും. ഇനി മറ്റൊരു വഴി റെയിൽ മദതാണ്. 139 എന്ന നമ്പറിലേക്ക് മൊബൈൽ ഫോണിൽ ഡയൽ ചെയ്താൽ അപായ സന്ദേശം തൊട്ടടുത്തുള്ള RPF റെയിൽവേ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കും. യാത്രക്കാരിയോ യാത്രക്കാരനോ അപായത്തിലാണെന്ന സന്ദേശം പോലീസ് ലോക്കോ പൈലറ്റിനും കൈമാറും. അതിനാൽ 139 എന്ന ഉപായം മറക്കാതിരിക്കുക. ഇനി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ മറ്റൊരു കാര്യം, നിങ്ങൾ വാതിൽപ്പടിയിൽ ഇരുന്നോ നിന്നോ യാത്ര ചെയ്യരുതെന്ന പാഠമാണ്. റെയിൽവേ നിയമത്തിലെ 154-ാം വകുപ്പ് പ്രകാരം അത് കുറ്റകരമാണ്. 1000 രൂപ പിഴയും 3 മാസം തടവ് ശിക്ഷയും ലഭിക്കും. വാതിൽപ്പടിയിലെ യാത്ര കുറ്റകരമായതിനാൽ അവിടെ വെച്ചുണ്ടാകുന്ന അപകടത്തിന് റെയിൽവേയുടെ നഷ്ടപരിഹാരവും ലഭിക്കില്ല. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വാതിൽ വന്നിടിച്ചോ മറ്റാരെങ്കിലും തള്ളിയിട്ടോ അപകടമുണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ആധുനിക LHB കോച്ചുകളിലേക്ക് ദക്ഷിണ റെയിൽവേയുടെ ട്രെയിനുകൾ മാറുകയാണ്. അവയിലെല്ലാം സുരക്ഷയ്ക്കായി CCTV ക്യാമറകളുണ്ട്. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ട്രാക്കുകളിൽ ഓടുന്ന ട്രെയിനുകളിൽ 25% ഈ ക്യാമറ സുരക്ഷാ സംവിധാനമില്ല. പക്ഷേ പാസഞ്ചർ അടക്കമുള്ള ട്രെയിനുകളിലെ സ്ഥിരം യാത്രക്കാരായ വനിതകളുടെ സുരക്ഷയ്ക്കായി റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിൽ മേരി സഹേലി എന്നൊരു സുരക്ഷാ സംവിധാനം നടപ്പാക്കുന്നുണ്ട്. സ്ഥിരം യാത്രക്കാരുടെ പട്ടിക തയ്യാറാക്കി അവരുമായി ഫോൺ മെസ്സേജിലൂടെയോ വാട്സപ്പിലൂടെയോ ബന്ധം ഉറപ്പാക്കുന്നു. ഇത് നടപ്പാക്കുന്നത് RPF-ന്റെ 10 പേരടങ്ങുന്ന 5 ടീമാണ്. ഇതുപോലുള്ള സുരക്ഷാ സംവിധാനം എല്ലാ ഡിവിഷനുകളിലും വ്യാപകമാക്കുന്നതും യാത്രക്കാർക്ക് അവബോധമുണ്ടാക്കുന്നതും ട്രെയിൻ സുരക്ഷയ്ക്ക് ഒരു പരിഹാരമാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.